എൻ ഞരമ്പുകൾ വലിച്ചു മുറുകുന്നു, ചടുലം വരുന്നു ദേവൻ, അഞ്ജനം പോലെ കറുത്ത മെയ്യിൽ കപാലം കൊണ്ടൊരു മാല ചാർത്തി. മരണമാണ് ഇതിവൃത്തം. മരണത്തെ ആസ്പദമാക്കി സമൂഹ മാധ്യമങ്ങളിൽ ആധുനിക കവിത കുറിക്കുന്ന ബീന ബിനുവിൻ്റെ കവിതയിലെ 4 വരികളാണ് ഇത്. മരണമെന്ന വിഷയത്തെപ്പറ്റി നമ്മുടെ അറിയപ്പെടുന്ന കവികളെല്ലാം എഴുതാവുന്നതിനപ്പുറവും എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അത് താരതമ്യം ചെയ്യുക അസാധ്യമായ കാര്യമാണ്. പിന്നെ ആധുനിക കവിതകൾ പരിശോധിക്കുമ്പോഴാണ് ഇത്തരം വേറിട്ട കവിതകൾ കാണുന്നത്. അതുകൊണ്ട് അത് ഒന്ന് ചൊല്ലാമെന്ന് കരുതി. മരണം, ബീന ബിനു. ഞാൻ ഉണർന്നു നോക്കി, കാണുന്നതെല്ലാം സ്വപ്നമോ, എൻ്റെ പാതി ജീവിതം വ്യർത്ഥമായി, ഇനി നേരമില്ല സന്ധ്യ മയങ്ങുവാൻ. ഞാൻ ഉണർന്നു നോക്കി, കാണുന്നതെല്ലാം സ്വപ്നമോ, എൻ്റെ പാതി ജീവിതം വ്യർത്ഥമായി, ഇനി നേരമില്ല സന്ധ്യ മയങ്ങുവാൻ. ചക്രവാള സീമയ്ക്കുമേൽ മൂടുപടം ചാർത്തുന്നു, പോകുവാൻ ഇനി ഇത്തിരി നേരം, മണിമുഴങ്ങുന്നു മരണചക്രം വലിക്കുന്ന തേരിൽ. ശകടം വേഗത കൂട്ടുന്നു, എൻ ഞരമ്പുകൾ വലിച്ചു മുറുകുന്നു, ചടുലം വരുന്നു ദേവൻ, അഞ്ജനം പോലെ കറുത്ത മെയ്യിൽ കപാലം കൊണ്ടൊരു മാല ചാർത്തി. കത്തുന്ന കണ്ണിൽ വിജയഘോഷം മുഴക്കിയെത്തുന്നവൻ എൻ മഞ്ചലിൽ, കണ്ണിമ ചിമ്മാതെ ഉറക്കമിളയ്ക്കുന്നവർക്കരികിൽ വന്നു നിന്ന് എന്നെ ഇളിഭ്യനായി നോക്കുന്നു. നീട്ടുന്നു വൻ കരസ്പർശം കൊണ്ടെൻ്റെ ആത്മാവ് കൈക്കുമ്പിളിലാക്കുന്നു. പോകുന്ന ദൂരെ പ്രശാന്ത തീരത്തൂടെ കാണുന്നു ഞാൻ സ്വർഗവാതിൽ പടി. രാജ്ഞിയെപ്പോലെ ഇറങ്ങുന്നു ഞാൻ, കണ്ടു ഞാനെൻ പിതാമഹനെയും, പിന്നെ എൻ ബന്ധുമിത്രാദികൾ ഒന്നുമേ മിണ്ടാതെ അനങ്ങാതെ. ഞാൻ ആ മരണലോകത്തേക്ക്, മരിച്ച സ്വർഗത്തിലേക്കെന്നാണ് പറഞ്ഞത്, അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഞാൻ അവിടെ കാണുന്നു എനിക്ക് മുമ്പേ അങ്ങോട്ടേക്ക് യാത്രയായ എൻ്റെ പിതാമഹനെയും എൻ്റെ ബന്ധുമിത്രാദികളെയും ഒക്കെ ഞാൻ അവിടെ കാണുന്നു എന്നാണ് ഈ വരികൾ. രാജ്ഞിയെപ്പോലെ ഇറങ്ങുന്നു ഞാൻ, കണ്ടു ഞാനെൻ പിതാമഹനെയും, പിന്നെ എൻ്റെ ബന്ധുമിത്രാദികൾ ഒന്നുമേ മിണ്ടാതെ അനങ്ങാതെ. നിശ്ചലം നിന്നു ഞാൻ, എനിക്കുര ചെയ്യാൻ കഴിയാതെ പോയോ. മനസ്സിലെവിടെയൊക്കെയോ വിങ്ങലും വേദനയും ഒക്കെ ഉണ്ടാക്കുന്ന കവിതയാണിത്. മനസ്സ് വേദനിച്ചിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഈ കവിത ചൊല്ലാം എന്ന് വെച്ചത്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വളരെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്ര സന്തോഷം തരുന്ന മറ്റ് ഇതിവൃത്തങ്ങളൊന്നും ചൊല്ലാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് മരണത്തെ ആസ്പദമാക്കി ഒരു ആധുനിക കവിത പരിശോധിക്കുമ്പോൾ ഈ കവിത കാണാനിടയായത്. വേദനിക്കുകയും വിറുങ്ങലിക്കുകയും ഒക്കെ ചെയ്യുന്ന മനസ്സിന് ഈ കവിത ഒരാശ്വാസമാകും എന്നതിൽ തർക്കമില്ല. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് ഉള്ള ആ വാചകം ഇപ്പോഴും ഏറെ പ്രസക്തമാണ്. ഈ കവിത മനസ്സിൻ്റെ വേദന കൊണ്ട് ഒന്ന് ചൊല്ലി ഇട്ടു എന്ന് മാത്രം.